കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിംഗ് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. ഇരകൾ വേദനയിൽ പുളഞ്ഞപ്പോൾ പ്രതികൾ കണ്ടാനന്ദിച്ചെന്നും കുറ്റപത്രത്തിൽ. ഏറ്റുമാനൂർ കോടതിയിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം നൽകും. പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. റാഗിങ്ങിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. നേരത്തെ തലേന്ന സാധനം വീണനെ 1 2 നേരത്തെ തലേന്ന സാധനം വീണനെ 1 2 നേരത്തെ തലേന്ന സാധനം വീണനെ 1. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വീണ്ടും ആ ദൃശ്യം കാണുമ്പോഴും എത്രമാത്രം അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത് എന്നറിയുമോ? മനുഷ്യരിങ്ങനെ ആ കാണിച്ച ക്രൂരതയ്ക്കും അപ്പുറം ആ ക്രൂരതയോടുള്ള അവരുടെ ക്രൂരമായ പരിഹാസം, അവർ അതിൽ നിന്ന് അനുഭവിക്കുന്ന ആനന്ദം, അത് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതൊക്കെ അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായും പൈശാചികമായും വീണ്ടും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അനുഭവപ്പെടുകയാണ്. ഏതായാലും അത് തന്നെയാണ് കുറ്റപത്രത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇതിനകത്ത് ലഹരി മരുന്നിൻ്റെ അടക്കം ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമായി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കുറ്റപത്രത്തിൽ? മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നു, വളരെ വേഗത്തിൽ ഒരു അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഈ കേസിൽ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതും നമ്മൾ എടുത്തു പറയണം എന്ന് തോന്നുന്നു, അല്ലേ ഗോകുൽ? കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു ആ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ക്രൂരമായിട്ടുള്ള റാഗിംഗ്, പീഡനം. അതിനെതിരായിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണ നടപടികൾ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് പോലീസ്, ഗാന്ധിനഗർ പോലീസ്. ഇന്നിപ്പോൾ 11 മണിയോടുകൂടി ഏറ്റുമാനൂർ കോടതിയിൽ ഗാന്ധിനഗർ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കും. ഒപ്പം നമുക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് തോന്നിയതെന്തോ അതുതന്നെയാണ് കൃത്യമായിട്ട് പോലീസ് അവരുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് ഈ നഴ്സിംഗ് കോളേജിലെ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് നടന്നത് എന്നാണ് കുറ്റപത്രത്തിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം ഈ 4 അല്ലെങ്കിൽ ഈ 5 പ്രതികൾ ചേർന്നുകൊണ്ട് 6ഓളം ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരായിട്ട് വളരെ ക്രൂരമായിട്ടുള്ള ഉപദ്രവം, ശാരീരിക ഉപദ്രവം അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, നവംബർ മുതൽ 4 മാസങ്ങളോളം ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പീഡനം ഈ സീനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നേരിടേണ്ടതായിട്ട് വന്നു. ഒപ്പം ഇവർ ഉപദ്രവിക്കുമ്പോൾ ഈ ജൂനിയർ വിദ്യാർത്ഥികൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് ആനന്ദിക്കുകയും പ്രതികളെന്നും പോലീസ് അവരുടെ കുറ്റപത്രത്തിൽ കൃത്യമായിട്ട് എഴുതി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം മാത്രമല്ല, ആതുര സേവനം ചെയ്ത് മാതൃകയാകേണ്ട ആളുകളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനം ഉണ്ടായിരിക്കുന്നത് എന്നും പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും മാരക ആയുധങ്ങളടക്കം കണ്ടെത്താനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം മാത്രമല്ല, ഇവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആയിരുന്നു ഈ പ്രതികളെന്നും പോലീസ്. ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവർ കണ്ടെത്തിയിരുന്നത് ജൂനിയർ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങിച്ചെടുത്താണ് ഇവർ ലഹരി വാങ്ങിയിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ ഉപദ്രവിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ഫോണുകളിൽ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ പിടികളായിട്ടുള്ള പ്രതികളിൽ നിന്നും ഈ ഗൂഗിളിൻ്റെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. ഏതായാലും നടന്നത് കൊടും ക്രൂരതയാണ്. കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ നടന്നത് കൊടും ക്രൂരത എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരത എന്ന കുറ്റപത്രം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇരകൾ വേദനയിൽ പുളഞ്ഞപ്പോൾ പ്രതികൾ അത് കണ്ട് ആനന്ദിച്ചു എന്നും കുറ്റപത്രത്തിലുണ്ട്. ഏറ്റുമാനൂർ കോടതിയിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുകയാണ്. പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസമാണ്. വളരെ വേഗത്തിലുള്ള ഒരു കുറ്റപത്രം തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ അന്വേഷണം പൂർത്തിയായിരിക്കുന്നു. റാഗിങ്ങിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഗോകുൽ രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.